ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈറ്റ് നമ്മളെ ബൈക്കിൽ എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്ത ഒരു ലൈറ്റാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സൈഡിന് കാർഡ് കൊടുത്തേക്കാം, അതേ കയറി കാണുക. അപ്പോൾ ആ ലൈറ്റാണിത്, സെയിം ലൈറ്റാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ ബൈക്കിൽ വെക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. അതിൻ്റെ സ്വിച്ച് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈ 3 വയറാണ് ഇതിൽ വരണത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സാധനം മേടിക്കണം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 5 രൂപയാണ് അതിൻ്റെ വില വേണത്. ഇതും നട്ടും ബോൾട്ടും കൂടെ കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ മൊത്തം കൂടെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ സെറ്റാക്കി ഇതേപോലെ കണ്ട് വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2ഉം ഇതേപോലെ വളച്ചെടുക്കണം. ആദ്യം ഞാൻ ഇവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും പറ്റണില്ല. ഇങ്ങനെ ഞാൻ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു, ഈ സ്ക്രൂ ഊരിയിട്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി നല്ല വൃത്തി വൈബ്രേറ്റ് ചെയ്യണുണ്ട്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഈ ഇത്ര ഭാഗത്ത്. അപ്പോൾ ഇവിടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നാം. ഇവിടെ വെക്കാമെന്ന് തന്നെ വിചാരിച്ച് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ വളച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ വളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഈ ലൈറ്റ് ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റി വെച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ഇരിക്കും. സെറ്റായിട്ട് വെക്കുകയും ചെയ്യാം, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ ബാക്കിൽ ഒരു ഇതുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതാദ്യം ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് വളച്ചിങ്ങനെ എടുക്കണം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുക, ഇതിൻ്റെ നല്ല ഭാഗം നോക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ല ഭാഗം. വയ്ക്കാൻ പോകുന്നത് കാരണം എന്നാൽ ലെങ്ത് ഇത്രയും കൂടെ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വളയ്ക്കുമ്പോൾ തട്ടൂല, അല്ലാതെ തന്നെ നമുക്ക് വെട്ടം ഡയറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി നമുക്കിത് അളവിന് നമുക്ക് എങ്ങോട്ട് വേണം, താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് വയ്ക്കാം, മുകളിലോട്ട് വേണമെങ്കിൽ മുകളിലോട്ട് വയ്ക്കാം. നമ്മൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ലൈറ്റും 2 സൈഡിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വയറിൻ്റെ പണിയാണുള്ളത്. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു സാധനം വെളിയിലോട്ടായിപ്പോയി. അതിനെ ഒന്നും കൂടെ കയറ്റി വെച്ച് ഇറുക്കണം. അപ്പോൾ ഇനി വയർ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ വയർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇവിടുത്തെ സൈലൻസറും ചൂടാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ടച്ച് ആവാത്ത രീതിയിൽ വയർ കൊടുക്കണം. നമുക്കിനി ഈ വയർ നേരെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തോട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ താക്കോൽ വെക്കുന്നതിൻ്റെ ഇഗ്നിഷൻ അല്ലേ,
അതിൻ്റെ ആ വയർ എടുക്കണം. അതിലാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ എങ്ങനെ ചെയ്യാനുള്ളതെന്ന് ഒരു പടം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ ആക്കി ഇട്ടേക്കാം. അതിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാനുള്ളതെന്നൊക്കെ. ഇങ്ങോട്ടിട്ട് നമുക്ക് സാധാ ലൈറ്റ് കത്തും. പിന്നെ ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും വേറെ ഒരു ലൈറ്റ് കത്തും. അത് നമുക്ക് മോഡ് മാറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ടൈപ്പ് സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്ക് നോക്കിയാൽ മതി. ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ മോഡുകൾ മാറും. അതിന് വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചും വേണം, പിന്നെ ഈ സ്വിച്ചും വേണം. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ വയർ ഇപ്പോൾ ചെയ്തെടുക്കും. പിന്നെ ഈ സ്വിച്ച് എനിക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മേടിക്കണം. ഈ സ്വിച്ച് മേടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഞാൻ മേടിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ തൽക്കാലത്തേക്ക് പുറത്ത് പോകാനായതുകൊണ്ട് ഈ വയർ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അകത്തോട്ട് ഇത്തിരി മടക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വയർ ഒട്ടിക്കണവരെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് പുറത്ത് പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാം. സ്വിച്ചും അതെല്ലാം മേടിക്കും. അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ മേടിച്ച സ്വിച്ച്. ഇത് നിങ്ങൾ കടയിൽ ഇലക്ട്രോണിക് ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി 2-in-1 സ്വിച്ച് എന്ന് പറഞ്ഞാൽ മതി. അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ കിട്ടും. ചോദിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററുണ്ട്, ഇപ്പുറത്തുണ്ട്. അങ്ങനെ 3 ഇതായിട്ടാണ് വേണത്. അപ്പോൾ സെൻറ്റർ ഇട്ട് ഓഫാണ്. പിന്നെ ഈ സൈഡ് ഇടുമ്പോഴത്തേക്കും നമ്മൾ അതിൽ വേറെ ഒരു ലൈറ്റ് ഉണ്ട്, അത് കത്തും. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡ് ഇടുമ്പോൾ മെയിൻ ലൈറ്റ് കത്തും. അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോണത്. പിന്നെ ഈ സാധനം ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കാനാണ്, ഈ സ്വിച്ച് വെക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു സ്ക്രൂ നട്ടും ബോൾട്ടും മേടിച്ചിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു 6 മീറ്ററിൻ്റെ ഒരു വയർ മേടിച്ചിട്ടുണ്ട്. 4 mm ആണ്. ഇത് കോപ്പർ വയറാണ്. നമുക്ക് ഈ ലൈറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത്ര സാധനമാണ് ഞാൻ മേടിച്ചത്. ഇതിന് സ്വിച്ചിന് ഏകദേശം ഒരു 58 രൂപയായി. വയറിന് 1 മീറ്റർ 10 രൂപ വെച്ചാണ്. ഇത് രണ്ടും കൂടെ 5 രൂപയുള്ളൂ. പക്ഷേ പൈസ എടുത്തില്ല, ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇത്ര സാധനമാണ് മേടിച്ചത്. അപ്പോൾ ഈ സ്വിച്ചിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 6 പിന്നുണ്ടല്ലോ, ഈ 6 പിന്നിൽ ഇത് രണ്ടും നമ്മൾ ഷോർട്ടാക്കി ഒന്നാക്കും, ഈ സെൻറ്ററിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ രണ്ടെന്ന് പറയുന്നത് നമ്മളെ ലൈറ്റിൻ്റെ മഞ്ഞ വയറുണ്ടല്ലോ, ആ മഞ്ഞ വയർ ഇതിൽ രണ്ടിലും കൊടുക്കും. 2 ലൈറ്റിൻ്റെയും കൂടെ ഇതിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമന്ന വയർ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ മഞ്ഞ വയറിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് വെക്കണം. ഈ സ്വിച്ച് വെച്ച ശേഷമേ നമുക്ക് മഞ്ഞ വയർ കൊടുക്കാൻ പറ്റൂ. അത് ഞാൻ വെച്ച ശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കൊടുക്കാനുള്ളതെന്ന്. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലും 6 പിന്നുണ്ട്. നിൽക്കണ സമയത്ത് ഇത് ഓഫാവും. അപ്പോൾ വിടുമ്പോൾ വീണ്ടും ഓണാവും. അങ്ങനത്തെ രീതിയിൽ വരണം. തിരിച്ച് കൊടുത്ത കളയിൽ തിരിച്ച് കൊടുത്താൽ നമുക്ക് ഇത് നിൽക്കണ സമയത്ത് മാത്രമേ കത്തണോ, അങ്ങനത്തെ രീതി ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അത് ഞാൻ കൊടുത്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ആവണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് ബസർ മോഡിൽ ഇടുക. ഇപ്പോൾ എൻ്റെ മൾട്ടിമീറ്ററിൽ ഞാൻ ഇപ്പോൾ ഈ 2 വയറും കൂടെ തട്ടിക്കുമ്പോൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരു സൗണ്ടും കേൾക്കും. അതുപോലെ ഇവിടെ ഈ നമ്പർ മാറണേ കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇങ്ങറ്റത്തെ ഒരു പിന്നിലും ഇങ്ങറ്റത്തെ ഒരു ഇതിലും നടുക്കത്തെ ഇതിലും കൂടെ വെച്ച് നോക്കുക. അപ്പോൾ ഒന്നും കേൾക്കണില്ല. അതായത് അത് ഞെക്കുമ്പോൾ മാത്രമേ വർക്കാവുള്ളൂ. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും വെച്ച് നോക്കുക. ഇപ്പോൾ കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് അതാണ് നമുക്ക് വേണ്ടത്, ആവശ്യമായിട്ടുള്ളത് അതാണ്. അങ്ങനെ ഒന്നും കൂടെ കാണിച്ചു തരാം. വേണുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് ഞെക്കുമ്പോൾ ഓഫാവും. ഓഫായി ഓണായി. അപ്പോൾ നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോൾ ഓരോരോ മോഡുകൾ മാറണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റേതാത്ത ആവശ്യമില്ല. പക്ഷേ ഈ സ്വിച്ച് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഓണാക്കി ഇങ്ങനെ ഇടേണ്ടി വരും. അതിനെക്കാട്ടിയും എളുപ്പമാണ് ഈ ഒരു സ്വിച്ച് വെക്കണത്. ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓരോരോ മോഡുകൾ മാറി വരും. അപ്പോൾ നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ആ സ്വിച്ച് ഓഫാക്കി ഓണാക്കിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്വിച്ച് ഇല്ലായിരുന്നു അതിൽ.
പിന്നെയാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ പിന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണം, ഇതിലോട്ട് നോക്കാം. ഇനി എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന വയർ ഇതാണ്. ഈ വയർ വെച്ചാണ് നമ്മൾ എത്രയും ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മൾ കൊടുക്കാനുള്ളെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പുറത്ത് കൊടുക്കണം. ഒരിക്കലും ഇവിടെ കൊടുക്കല്, ഈ സൈഡിൽ തന്നെ കൊടുക്കണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ സ്വിച്ച് ശരിയാക്കി, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ശരിയാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടം വണ്ടിയുടെ ഫീസ് പോയി, ഷോർട്ടായതാണെന്നാണ് തോന്നുന്നത്. എങ്ങനെ സ്വിച്ച് ചെയ്യുന്നുള്ള കണക്ഷൻ എങ്ങനെ ഷോർട്ടായി, അങ്ങനെ ഫീസ് പോയി. അങ്ങനെ പിന്നെ ഫീസ് മാറ്റിയിട്ട് ഫ്യൂസൊക്കെ മാറ്റിയിട്ട ശേഷം ഫ്യൂസ് പുതിയത് കൊണ്ടുവന്നപ്പോഴത്തേക്കും വണ്ടിയുടെ അകത്തായിപ്പോയി. അങ്ങനെ പിന്നെ അത് എടുക്കാൻ വേണ്ടി ഒരു 1 മണിക്കൂർ പോയി. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം വണ്ടിയുടെ. അപ്പോൾ നമ്മൾ ലൈറ്റ് വെച്ചത് ഇവിടെയാണല്ലോ, കണ്ടായിരുന്നല്ലോ. പിന്നെ സ്വിച്ച് ഇപ്പോൾ വെച്ചേക്കണം ഇങ്ങനെയാണ്. സ്വിച്ച് വെക്കാനുള്ള ഇതെല്ലാം കൂടെ ഞാൻ ഒരു ഫോട്ടോ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 2 സ്വിച്ച് ഇരിക്കുന്നത്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ 2 സ്വിച്ച് ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളെ മെയിൻ സ്വിച്ച്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള കളർ ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ സാധാ പോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഫ്യൂസ് വന്നത്, ഫ്യൂസ് അടിച്ചു പോയത്. അങ്ങനെ ഇപ്പോൾ ഫ്യൂസ് മാറ്റി പുതിയതിട്ട് അത് കഴിഞ്ഞ് പിന്നെ വയർ നമ്മൾ അതിൽ നിന്ന് വേണം നെഗറ്റീവ് വയർ, ലൈറ്റിൻ്റെ നെഗറ്റീവ് വയർ ഇവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ലൈറ്റാണ് രണ്ടും. അപ്പോൾ അത്രയാണ് ഇതുള്ളത്. ഇനിയിപ്പോൾ കത്തിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓണാക്കുമ്പോൾ തന്നെ നമ്മളെ വണ്ടിയിൽ ലൈറ്റ് കത്തും. ഇനിയിപ്പോൾ നമ്മൾ വെച്ച ലൈറ്റിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെച്ച ഒരു ലൈറ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാത്രി വെളിയിലാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ മോഡുണ്ടെന്ന് പറഞ്ഞില്ലേ, പല പല മോഡുകൾ. അതെന്താണെന്ന് കാണിച്ചു തരാം. അത് ഈ ലൈറ്റാണ്. ഇതിപ്പോൾ ഒരു മോഡാണ്, ഇത് വേറെ ഒരു മോഡാണ്, ഇത് വേറെ മോഡ്, ഇത് വേറെ മോഡ്. ഇങ്ങനെ 4 മോഡുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് 2 സ്വിച്ച് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്കൂട്ടിയിൽ ഈ സെയിം ലൈറ്റാണ് ഞാൻ സ്കൂട്ടിയിൽ വെച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് വെച്ചിട്ട് 2 വർഷം ആയിട്ടുണ്ട്. ആ ലൈറ്റ് തന്നെയാണ് ഇത്. ഞാൻ പുതിയതൊന്നും മേടിച്ചിട്ടില്ല. സ്കൂട്ടിയിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഇതിൽ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വല്ല പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തത് ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. പിന്നെ പുതിയ വീഡിയോ ഉടനെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.